അങ്ങനെ ഇതേ ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ അതേ ചിത്രിച്ചി മന്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അതിന് വേണ്ടി ചിക്കനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, നാരങ്ങ അതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ വേണ്ട ആവശ്യമുള്ള പൊടികളും കാര്യങ്ങളും ഒക്കെ അതേ റെഡിയാക്കിക്കൊണ്ടിരിക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ പാക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഫുൾ വീഡിയോ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആളിതേ അരി കഴുകി 2 ഗ്ലാസ് അരിയാണ് തോന്നിട്ട് എടുത്തേക്കണ്. അത് കഴുകി ഇതേ കുറച്ച് നേരം തിളപ്പിക്കാനൊക്കെ വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തേജപ്പനും ഉണ്ണിയൊക്കെ എൻ്റെ അപ്പോൾ അവർക്ക് ഇത് ചായ കൊടുക്കുക കേട്ടോ. അപ്പോൾ തേജപ്പന് ഇതൊരു സ്പെഷ്യൽ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. വിൻഷാട്ടൻ ചായ കുടിച്ച് എനിറ്റു. ഇനി ഇവർ 2 പേരും കേട്ടോ കുടിക്കാറുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഉണ്ണിനെ ചോദിച്ചു കേട്ടോ. അവൻ ബാംഗ്ലൂരാണ്. ചിത്രിച്ചിയുടെ കസിൻ്റെ കൂടെ വെക്കേഷന് നിൽക്കാൻ പോയേക്കോട്ടോ അവിടേക്ക്. പിന്നെ എനിക്ക് 1-2 ഡ്രസ്സ് ഷേപ്പ് ആക്കാണ്ടായിരുന്നു കേട്ടോ. കൊളാബിൻ്റെ തന്നെയാണ് ഇതും. അപ്പം ഞാൻ വേഗം ഇവിടെ നിന്ന് ഇതും വീഡിയോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വേഗം ഷേപ്പ് ആക്കിയിട്ട് ചേച്ചിയും കൊണ്ട് വീഡിയോ എടുപ്പിച്ചു കേട്ടോ. അപ്പോൾ വിൻഷാട്ടിന് നല്ല മടി. ചിത്രിച്ചനാണ്. അപ്പോൾ വിൻഷാട്ടിന് നല്ല മടിയുടെ വീഡിയോസൊക്കെ എടുത്തു തരാൻ. അപ്പോൾ ചേച്ചി നടന്നിട്ട് എനിക്ക് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുന്നുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ കിച്ചണിലെ പണിയും സൈഡിൽ കൂടെ തീർക്കുന്നുണ്ട് കേട്ടോ. അരി വേവിക്കാൻ വെച്ച നേരം കൊണ്ട് അത് വേവണ നേരം കൊണ്ടാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നത്. അങ്ങനെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യണത്. അങ്ങനെ ചിക്കൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ സെറ്റായതിനു ശേഷം അരിയൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒരു വിസിലാണ് തോന്നുന്നു കേട്ടോ. 2 വിസിലോളം അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കളറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ 2 ദിവസം ചേച്ചിയുടെ വീട്ടിൽ നിന്നിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. നമ്മളിങ്ങനെ വിശേഷങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. പൂരും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോവാറുണ്ട്. പക്ഷെ ഇങ്ങനെ നിന്നിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് നിൽക്കുന്നത്. ഇനി ചേട്ടൻ ലീവിന് എത്തുമ്പോൾ ചേട്ടനെയും കുട്ടി ഇങ്ങോട്ട് നമ്മുടെ വീട്ടിലേക്ക് വരാനും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്ലാൻ അന്ന് ഹൗസ് വാമിങ്ങിന് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇവർ നമ്മുടെ വീട്ടിൽ. പിന്നെ ഇതുവരെ വന്നിട്ടില്ല. ഇനി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വിളമ്പി നമ്മളത് കഴിക്കാൻ നോക്കുകയാണ്. ഞങ്ങൾ 4 വർഷമായിട്ടുള്ള ബന്ധമാണ് കേട്ടോ. ഞാനും ചിത്രേച്ചിയും ഞങ്ങൾ 4 വർഷത്തെ കമ്പനി ഉണ്ട്. പക്ഷെ നമുക്ക് അപ്പോഴൊന്നും യൂട്യൂബ് ചാനലോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ചിത്രേച്ചിനെ അറിയാത്തത്. പക്ഷെ ഒരുപാട് പേർക്ക് ചിത്രേച്ചിനെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയുന്നുണ്ടായിരിക്കും കേട്ടോ. നമ്മൾ മുന്നേ തൊട്ടിട്ടുള്ള കമ്പനിയാണ്. കുക്കർ മന്തി ആയിരുന്നു കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മയണൈസും എല്ലാം അത് റെഡിയാക്കി ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിൻഷാട്ടിന് ചോറും മീൻകറിയും കണ്ടപ്പോൾ മന്തി മാറ്റി വെച്ചിട്ട് ഇതേ ചോറും മീൻകറിയും കഴിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി മീൻകറി വിൻഷാട്ട് ഇന്നലത്തെ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് വാരിക്കോരി കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോട്ടെ ചെയ്തത്. പിന്നേക്ക് ചെടിയും കാര്യങ്ങളൊക്കെ ചേച്ചി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ പോണതും ചേച്ചി ചെടി പൊട്ടിക്കണതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ക്ലിപ്പൊക്കെ പോയിരിക്കുന്നു എൻ്റെ കയ്യിൽ നിന്ന് കേട്ടോ. പിന്നെ നമ്മൾ 1-2 വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകട്ടോ ചെയ്താൽ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.